ഹായ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ക്യാൻവയിൽ ഇൻവോയ്സിൻ്റെ ഞാൻ പറഞ്ഞിരുന്നു. അതിൽ വേറെ കുറച്ച് കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ട് റോ ആഡ് ചെയ്യണതും അലൈൻമെൻറ്റും കാര്യങ്ങളും ഇതെല്ലാം പറഞ്ഞു തരാമെന്ന്. അപ്പോൾ അതിൽ ക്യാൻവ ഓപ്പൺ ചെയ്ത് കഴിയുമ്പം റീസെൻറ്റ് ഡിസൈൻസ് എന്ന് പറഞ്ഞ് നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത ഡിസൈൻസ് ഇൻവോയ്സ് ആണെങ്കിലും അതല്ല വേറെ പോസ്റ്റേഴ്സൊക്കെ ആണെങ്കിൽ അത് മുകളിൽ വന്ന് കിടക്കുന്നുണ്ടാവും. ഓക്കെ. അപ്പോൾ അതിൽ ഞാൻ ഇന്നലെ ചെയ്ത ഇൻവോയ്സ് എടുത്തു. ഫസ്റ്റ് തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. അതെടുത്തിട്ട് നെറ്റ് കുറച്ച് സ്ലോ ആണ്. ഓക്കെ, അത് വന്നു. അപ്പോൾ ഇതിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്കിനി ഇപ്പോൾ ബേസിക്കായിട്ട് നമ്മളിപ്പോൾ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്തു. വേറെ ഒത്തിരി കാര്യങ്ങൾ ഇതിൽ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും എന്തുണ്ട്, നമ്മുടെ കമ്പനിയുടെ ലോഗോ പറ്റുവാണെങ്കിൽ ഒന്ന് ആഡ് ചെയ്യണം ഇല്ലേ. പിന്നെ അതുപോലെ തന്നെ ടെംപ്ലേറ്റ് മീൻസ് ബോൾഡ് ഇറ്റാലിക്സ് അങ്ങനെ, അതായത് ഇതിലുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസിനെ നമുക്ക് ഫോർമാറ്റ് ചെയ്യണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കമ്പനിയുടെ പേര് മേളിൽ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഈ ലോഗോ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ടെക്സ്റ്റാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പം കണ്ടില്ലേ കീബോർഡ് വന്നത്, അപ്പോൾ അത് ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കമ്പനിയുടെ പേര് അവിടെ ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ഇതിൽ ഫോണ്ട് സെലക്ട് ചെയ്യാം. ഫോണ്ട് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു സെക്കൻഡ്. ഇത് നിങ്ങൾക്ക് ഗാലറിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ക്യാൻവയിലേക്ക് അപ്ലോഡ് ചെയ്ത് വെക്കണമെങ്കിൽ റീപ്ലേസിൻ്റെ അവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് അപ്ലോഡ് ചെയ്ത് വെക്കാൻ പറ്റും. കണ്ടോ, അപ്ലോഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിൽ റീപ്ലേസ് എന്ന് പറയുന്ന അവിടെ കണ്ടോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് അപ്ലോഡായി, അതായത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് മാറി. റീപ്ലേസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ട് അതിൽ അപ്ലോഡ് ഫയൽസ് എന്ന് ഇമേജസ് എന്ന് പറഞ്ഞ് കിടക്കുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ക്യാൻവയിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യാം. ഇപ്പോൾ ഞാൻ അൺഡു ചെയ്തു. ഇനി ഇതിൽ ബാക്ക്ഗ്രൗണ്ടിൽ കളറാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എങ്ങനെ കളർ ചേഞ്ച് ചെയ്യും എന്നുള്ളത്, അതിൽ റീപ്ലേസിൻ്റെ ഇപ്പുറം കളർ എന്നുള്ള ഓപ്ഷൻ കണ്ടോ, അതെടുക്കുക. എന്നിട്ട് അത് കണ്ടോ ഡിഫറെൻറ്റ് കളേഴ്സ് സെലക്ട് ചെയ്യുക. അതല്ല ഗ്രേഡിയൻ്റ് ആയിട്ട് സോളിഡ് കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പ്ലസ് ഓപ്ഷൻ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ കളർ ചൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇങ്ങനെ കണ്ടോ ബ്ലൂവും ബ്ലാക്കും കൂടിയൊരു ഷെയ്ഡ്, അതിൻ്റെ കളർ കോഡ് അവിടെ വരുന്നുണ്ട് നമുക്ക്. ഓക്കെ. ഇനി അഥവാ നിങ്ങൾക്ക് ഗ്രേഡിയൻ്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ വയലറ്റ് അപ്പുറത്തുനിന്ന് സോളിഡ് കളർ വയലറ്റ് ഷെയ്ഡുള്ള രീതിക്കാണ് എടുത്തത്, വയലറ്റും ബ്ലാക്ക് എന്നുള്ള രീതിക്ക്. അതിൽ ഞാൻ ഇപ്പോൾ വേറൊരു ഗ്രേഡിയൻ്റ് കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ കണ്ടോ അങ്ങനെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ബാക്ക് അടിച്ചു. മുകളിൽ കണ്ടോ ലെഫ്റ്റ് സൈഡിൽ അൺഡു റീഡു ചെയ്യുന്നതിൽ അൺഡു ചെയ്തു, ബാക്ക് അടിച്ചു, നമ്മുടെ പഴയ ബാക്ക്ഗ്രൗണ്ട് വന്നു. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ കളർ ജസ്റ്റ് മാറ്റുന്നുള്ളൂ. അപ്പോൾ കളർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് അതിൽ ഞാൻ വൈറ്റ് കൊടുത്തു. ഓക്കെ. പിന്നെ ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത്, അടുത്തത് നമുക്ക് ലെറ്റേഴ്സ് ഫോർമാറ്റ് ചെയ്യണം ഇല്ലേ. ഇതിലുള്ള കണ്ടൻറ്റ് ഫോർമാറ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ എക്സെൽ എന്ന് പറഞ്ഞാൽ അത് സെലക്ട് ചെയ്യുമ്പം കീബോർഡ് വരുന്നതിൻ്റെ കൂടെ ബോൾഡ് ഇറ്റാലിക്സ് അണ്ടർലൈൻ വന്നായിരുന്നു. അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും നമ്മളത് സെലക്ട് ചെയ്യുമ്പം താഴെ ഇങ്ങനത്തെ കുറേ ഓപ്ഷൻസ് വരും. അതിൽ ഫോണ്ട് എടുക്കുമ്പോൾ കണ്ടോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോണ്ട്സ് വന്നു. അപ്പോൾ ഞാനിതിൽ ഇത്തിരി ബോൾഡ് ആയിട്ടുള്ള ഫോണ്ട് എനിക്ക് വേണം. അപ്പോൾ ഞാനത് നോക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കണ്ടോ ലീക്സ് പാട്ടം വന്നു. അപ്പോൾ അത് ഞാൻ എടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാം. ഓക്കെ. ഇനിയിപ്പോൾ എനിക്കിതിൻ്റെ സ്റ്റൈല് മാറ്റണം എന്നുണ്ടെങ്കിൽ ഫോണ്ടിൻ്റെ താഴെ ഇപ്പറ തന്നെ ടെക്സ്റ്റ് സ്റ്റൈൽസ് കണ്ടോ, അതിലിപ്പോൾ ഹെഡിങ്ങിൻ്റെ പോലെയാണെങ്കിൽ അങ്ങനെ, സബ് ഹെഡിങ്ങിൻ്റെ പോലെയാണെങ്കിൽ അങ്ങനെ. പിന്നെ ബോഡി തന്നെ ഞാൻ എടുക്കുവാണ്. പിന്നെ എനിക്ക് ചെറിയ ഫോണ്ട് മതി, കാരണം ഇതിൻ്റെ കണ്ടൻ്റ് അല്ലേ, ഹെഡിങ് അല്ലല്ലോ. അപ്പോൾ അതുപോലെ ഫോണ്ട് സൈസും ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് ചൂസ് ചെയ്യാം. 11 ആയിരുന്നു, ഞാൻ 12 ചൂസ് ചെയ്തു. ഓക്കെ. പിന്നെ വലുതാക്കി കാണിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനാട്ടോ. പിന്നെ ഫോണ്ടിൻ്റെ കളർ ഞാൻ റെഡ് ചൂസ് ചെയ്തു, റെഡ് വന്നു. പിന്നെ തിരിച്ച് ബ്ലാക്ക് തന്നെ ചൂസ് ചെയ്തു. ഓക്കെ. പിന്നെ വരുന്നത് ബോൾഡ് ഇറ്റാലിക്സ് അണ്ടർലൈൻ കാര്യങ്ങൾ ഇതെല്ലാം ഇല്ല. അപ്പോൾ ബോൾഡ് ഇറ്റാലിക്സ് അണ്ടർലൈൻ ക്രോസ് ചെയ്തു. പിന്നെ അതുപോലെ സ്മോൾ ലെറ്റേഴ്സൊക്കെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആക്കി. ഇതെല്ലാം ഞാൻ തിരിച്ച് മാറ്റുക കേട്ടോ, നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. പിന്നെ അതുപോലെ തന്നെ ലെഫ്റ്റ് അലൈൻ ചെയ്യണോ, റൈറ്റ് അലൈൻ ചെയ്യണോ, സെൻറ്റർ ചെയ്യണോ, അങ്ങനെയൊക്കെയുള്ള രീതിക്ക് അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഒത്തിരി കണ്ടൻസ് ഓർ ലൈനിലുണ്ടെങ്കിൽ അതനുസരിച്ചാണ് കൂടുതൽ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുക. ലെഫ്റ്റും റൈറ്റും ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അത് ചെയ്യാം. പിന്നെ ബുള്ളറ്റ് ടൈപ്പ് വേണമെങ്കിൽ അങ്ങനെ, നമ്പറിങ് ടൈപ്പ് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഓക്കെ. ഞാൻ എല്ലാം ഡീസെലക്ട് ചെയ്യുകയാണ്, ക്ലോസ് ചെയ്തു. ഇനി അടുത്തത് ഇപ്പോൾ 3-4 ലൈൻസ് ഒരു കോളത്തിലുണ്ടെങ്കിൽ അതിൽ ലൈൻ സ്പേസിങ് എടുത്തു കഴിഞ്ഞാൽ ലെറ്റർ തമ്മിൽ സ്പേസ് ചെയ്യാം. അതുപോലെ തന്നെ ലെറ്റർ സ്പേസ് ചെയ്യാൻ ഒറ്റ ലൈനാണെങ്കിലും മതി കേട്ടോ. പിന്നെ അല്ലെങ്കിൽ ലൈൻ സ്പേസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. 3-4 ലൈൻസ് തമ്മിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈൻ സ്പേസിങ് ചെയ്യാം. പിന്നെ അതുപോലെ അലൈൻമെൻറ്റ് വെർട്ടിക്കൽ ഒരു കോളത്തിൽ
വെർട്ടിക്കലി അലൈൻ ചെയ്യണോ, അതുപോലെ ഹൊറിസോണ്ടലി അലൈൻ ചെയ്യണോ, പിന്നെ അതുപോലെ തന്നെ സെൻട്രലി അലൈൻ ചെയ്യണോ, അങ്ങനെ ഏത് രീതിക്ക് അലൈൻ ചെയ്യണം എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ വെർട്ടിക്കൽ അലൈൻമെൻറ്റിൽ ഇതെടുത്തു. ഓക്കെ, പിന്നെ ഒത്തിരി ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ മെയിൻലി നമുക്കൊരു ഇൻവോയ്സ് ചെയ്യാൻ ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് എന്താ, ഇതിപ്പോൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതിൽ ഡിലീറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ വരും. ആ ഒരു കോളം അതന്നെ, ആ ഒരു കോളം എനിക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോളം ഡിലീറ്റ് ചെയ്യാം, റോ ചെയ്യണമെങ്കിൽ ചെയ്യാം. അതിൽ എൻ്റെ ആ ടേബിൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ടേബിൾ കൊടുക്കാം. ഓക്കെ, ഇനി എനിക്ക് റോ ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഏത് റോ ആണോ സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ താഴെ ആയിരിക്കും കേട്ടോ റോ ആഡ് ചെയ്യുക. അത് സെലക്ട് ചെയ്തിട്ട് താഴെയുള്ള ഓപ്ഷൻസിൽ നിന്ന് ആഡ് റോ കൊടുക്കുക. കണ്ടോ, അതുപോലെ തന്നെ മേർജ് സെൽസ് കൊടുത്താൽ മേർജ് ആവും. കണ്ടോ. ഓക്കെ, ഞാനിത് അൺഡു ചെയ്തു, പഴയതുപോലെ ആക്കുവാണ്. ഓക്കെ, ആ റോയും ഞാൻ കളഞ്ഞു, അൺഡു ചെയ്തു. ഇനി എനിക്ക് ഇവിടെ ഒരു റോ ആഡ് ചെയ്യണം, ഇനി എനിക്കൊരു കോൾ ആഡ് ചെയ്യണം. റോ നമ്മൾ ആഡ് ചെയ്തു, ഇനി കോൾ ആഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ ക്വാണ്ടിറ്റിയുടെ അവിടെ സെലക്ട് ചെയ്യുമ്പോൾ കണ്ടോ, ആ കോളം ഡിലീറ്റ് ചെയ്യണോ, ആ റോ ഡിലീറ്റ് ചെയ്യണോ, ടേബിൾ ഡിലീറ്റ് ചെയ്യണോ ചോദിച്ചു തരും. അതുപോലെ തന്നെ താഴേക്ക് ടേബിളിൻ്റെ ഇത് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആഡ് കോളം എന്നുള്ളൊരു ഓപ്ഷൻ കിട്ടും. കണ്ടോ, ആഡ് കോളം ചെയ്യുമ്പം ആ കോളം കഴിഞ്ഞിട്ട് ഏതാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആ റോ അല്ലെങ്കിൽ ആ കോളം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുക. ഓക്കെ, എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിൽ ഫയൽ ടൈപ്പ് സെലക്ട് ചെയ്യുക, ദെൻ ഡൗൺലോഡ് കൊടുക്കുക. പിന്നെ ഷെയർ ചെയ്യേണ്ടതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഡൗട്ടുള്ളവർക്ക് അതിൽ ഒന്ന് കയറി ലാസ്റ്റൊക്കെ ഒന്ന് നോക്കാം, ലാസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. പിന്നെ അതുപോലെ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് അതിൽ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ എങ്ങനെ കമ്പനി ലോഗോ ആഡ് ചെയ്യാം, ഞാൻ പേരല്ല ലോഗോ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താഴെ നമ്മൾ കംപ്ലീറ്റ്ലി ഡീസെലക്ട് ചെയ്യുമ്പോൾ ഒന്നും സെലക്ട് ചെയ്യാണ്ട് ജസ്റ്റ് ആ ബാക്ക്ഗ്രൗണ്ടിൽ എവിടെയെങ്കിലും ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ താഴെ ഇങ്ങനത്തെ കുറേ ഓപ്ഷൻസ് കിട്ടും. അതിൽ പ്രോജക്ട്സിൽ നമ്മൾ ഇതുവരെ ചെയ്ത വർക്ക്സും കാര്യങ്ങളെല്ലാം കിടക്കുന്നുണ്ടാവും. അതിൽ അപ്ലോഡ്സ് എടുക്കുക. അതിൽ അപ്ലോഡ് ഫയൽസ് കൊടുത്താൽ നിങ്ങൾക്ക് ഗാലറിയിൽ നിന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതിൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ കമ്പനിയുടെ ലോഗോ, ഒരു കമ്പനിയുടെ ലോഗോ ആണ് കൊടുക്കുന്നത്. എയ്റോപൂൾ ടെക്നിക്കൽ സർവീസസ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അതിൽ എയ്റോപൂളിൻ്റെ ലോഗോ ഞാനൊന്ന് ചെറുതാക്കിയിട്ട് മറ്റേത് ഡിലീറ്റ് ചെയ്തു, എന്നിട്ട് ഇത് കയറ്റി വെച്ചു, സ്മോളാക്കിയിട്ട് കയറ്റി വെച്ചു. ഇത് ഡിലീറ്റ് ഓപ്ഷൻ കണ്ടല്ലോ അല്ലേ. പിന്നെ ഇത് വലുതാക്കാം ചെറുതാക്കാം അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ബേസിക് കമ്പ്യൂട്ടർ അറിയാവുന്നവർക്ക് അത് അറിയായിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ.